പോകുന്നത്. യെസ്, തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഗസയിലെ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ കൂട്ടക്കുരുതി നടത്തുന്നു. അവരുടെ ചോരയുടെ മണമുള്ള വസ്ത്രങ്ങൾ ടാറ്റയുടെ സ്ഥാപനത്തിൽ നിന്ന് വാങ്ങരുത്. ഇത്തരത്തിലുള്ള നെറേറ്റീവുമായി എത്ര കാലം ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും? ഈ പ്രചരണങ്ങൾക്കൊന്നും വലിയ ആയുസില്ല. ജനങ്ങൾ തള്ളിക്കളയും. കാരണം ഇവരുടെ കാപട്യം ഇന്ന് ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുണ്ട്. പഴയ കാലമല്ല, പുതിയ കാലം എന്ന് പറഞ്ഞാൽ സമൂഹ മാധ്യമങ്ങൾ വളരെ സജീവമായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ അതാത് സമയത്ത് നമ്മുടെ കൺമുമ്പിൽ കാണാൻ കഴിയുന്ന, നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ ലഭ്യമാവുന്ന കാലഘട്ടത്തിൽ ഇവർക്ക് ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ജനങ്ങൾ ഓരോ ചോദ്യങ്ങളിൽ കൂടെ ആരിഫ് അടക്കം അല്ലെങ്കിൽ ജാമിദ ടീച്ചർ, വിപിനൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അവർക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയത്? ഇത് വളരെ എളുപ്പത്തിൽ ജനങ്ങൾക്ക് ലഭ്യമാകുന്ന വിവരങ്ങളാണെന്നേ. മുമ്പ് പറഞ്ഞ കള്ളത്തരങ്ങൾ ഇപ്പോ അങ്ങനെ തന്നെ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ സാധിക്കില്ല. കാരണം അവരുടെ കൺമുമ്പിൽ കാണുകയല്ലോ. ഞാനിവിടെ പറയാൻ വിചാരിക്കുന്നത്, ഇപ്പോ ലോകത്ത് ഇസ്ലാമിക ഭീകരവാദത്തെ നേരിടുന്നതിൽ വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ എന്റെ കൺമുമ്പിലുള്ളത് ഇസ്രായേലാണ്. ഭീകരവാദത്തെ എതിർക്കുമ്പോൾ ഭീകരവാദത്തെ ഈ ഞഞ്ഞാപിഞ്ഞ ഭാഷയിൽ എതിർത്തിട്ടൊന്നും യാതൊരു കാര്യമില്ല. ഭീകരവാദത്തെ എതിർക്കുമ്പോൾ അതിന്റെ പത്തിക്കടിച്ച് അതിനെ വേരോടെ പിഴുത് കളയണം. അതിൽ യാതൊരു സംശയമില്ല. അവിടെ കുഞ്ഞുങ്ങളാണ്, സ്ത്രീകളാണ് എന്നുള്ള ഈ പറയുന്ന വിക്ടിം വാദം കൊണ്ടുവന്ന്, ഇരവാദം കൊണ്ടുവന്ന് ന്യായീകരിച്ച് എല്ലാ കാലഘട്ടത്തിലും ഈ ഭീകരവാദികൾ ഉയർത്തുന്ന ഇത്തരം വിക്ടിമൈസേഷൻ ഉണ്ടല്ലോ, അതായത് ഒരു ഞങ്ങൾ ഇരകളാണ് എന്നുള്ള കരച്ചിൽ, ആ കരച്ചിൽ യഥാർത്ഥത്തിൽ ഭീകരവാദികളെ സഹായിക്കാനും സംരക്ഷിക്കാനും വേണ്ടിയാണ്. അതുകൊണ്ട് അതിനെ ഒന്നും വകവയ്ക്കാതെ ഇസ്രായേൽ തെരഞ്ഞു പിടിച്ച് അവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ള ആളുകളെ ഒന്നൊന്നായി കൊന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതിനെ ഞാൻ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു. മറ്റൊരു രാജ്യം ഞാൻ കാണുന്നത് ചൈനയാണ്. ഇവിടെ ഈ ജമാഅത്തെ ഇസ്ലാമി ഈ ഗാസയില് നടത്തുന്ന കൂട്ടക്കൊലകളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. മനുഷ്യാവകാശ ധ്വംസനം എന്നൊക്കെ പറഞ്ഞ് മസിൽ പിടപ്പിക്കുന്നുണ്ടല്ലോ. എന്താണ് ഷിൻജിയാങ് പ്രദേശത്തെ ഉയ്ഗുർ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമി മിണ്ടാത്തത്? എന്താണ് മിണ്ടാത്തത്? കാരണം അതിന് മിണ്ടാൻ പറ്റില്ല. കാരണം ചൈനയുടെ ഫണ്ടും കൂടി വാങ്ങിയിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ചൈന, അവർക്കറിയാം ഇത് പാഷാണമാണ്, ഇത് അങ്ങേയറ്റം കാളകൂട വിഷമാണ്, ഈ സാധനത്തിനെ ഒരു കാരണവശാലും, കാരണം ലോക മാനവരാശിക്കുമേൽ പതിച്ചിട്ടുള്ള ഒരു അശനിവാദമാണ് ഇസ്ലാമിക പ്രത്യയശാസ്ത്രം. ലോക മാനവരാശിയുടെ സമാധാനത്തിനും ശാന്തിക്കും നേരെ ഉയർന്നു വന്നിട്ടുള്ള വലിയ വെല്ലുവിളിയാണ്. ഇസ്ലാം സമാധാനമാണെന്നൊക്കെ പറയാൻ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം അത് അസമാധാനമായതുകൊണ്ടും ഭീഷണി ആയതുകൊണ്ടാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. ചൈന അത് വളരെ വ്യക്തമായിട്ട് കാണിച്ചു. അതുകൊണ്ട് ഉയ്ഗുർ മുസ്ലിങ്ങളുടെ പത്തിക്കടിച്ച് അവിടെ മുഹമ്മദ് എന്നുള്ള പേര് പോലും ഇടാൻ അനുവാദമില്ലാതെ, അല്ലെങ്കിൽ നോമ്പ് നോക്കാൻ അനുവാദമില്ലാതെ അവിടുത്തെ ഉയ്ഗുർ മുസ്ലിങ്ങളെ അടിമവേല ചെയ്യിപ്പിക്കുന്ന ചൈനയെ കുറിച്ച് ഇവർക്ക് ഒരു അക്ഷരം മിണ്ടാനില്ല. മതം മാനസിക രോഗമാണെന്നാ ചൈന പറഞ്ഞത്. ചൈനയാണെങ്കിൽ ചങ്കിലാണ്. അപ്പൊ ചങ്കിൽ ചൈന ഉള്ളത് കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്കും അതിന് ഇടതുപക്ഷക്കാർക്കും അതിനെക്കുറിച്ച് മിണ്ടാൻ പറ്റില്ല. അപ്പോ ചൈനയും ഇസ്രായേലും, പിന്നെ റഷ്യ ഉണ്ട്, ഒരു പരിധിവരെ റഷ്യയും നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ യൂറോപ്യൻ കൺട്രീസ് ഒക്കെ അതിന് സത്യം പറഞ്ഞാൽ ഈ ഇസ്ലാമിക ഭീകരവാദത്തെ ഇങ്ങനെ പ്രീണിപ്പിച്ചും അല്ലെങ്കിൽ ജനാധിപത്യം, മതേതരത്വം എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ അവരനുഭവിക്കുകയാണ്. ഫ്രാൻസ് അനുഭവിക്കുന്നു, UK അനുഭവിക്കുന്നു, അമേരിക്ക അനുഭവിക്കുന്നു. ഇവരൊക്കെ ഈ ജനാധിപത്യ മതേതരത്വം ഒന്നും ചൈന പറയാൻ തയ്യാറില്ല, ഈ ജനാധിപത്യ മതേതരത്വം ഒന്നും ഇസ്രായേൽ പറയാൻ തയ്യാറില്ല എന്ന് ഇത് പറഞ്ഞ് ഈ ഭീകരവാദികളെ സംരക്ഷിക്കുന്ന നിലപാട് ഭാരതം നിർത്തുന്നോ അന്ന് മാത്രമേ ഭീകരവാദത്തിൽ നിന്ന് ഭാരതത്തിന് മോചനമുള്ളൂ. ഇതുപോലുള്ള ആളുകളെയൊക്കെ തെരുവിൽ കൈകാര്യം ചെയ്യണം, സർക്കാർ കൈകാര്യം ചെയ്യണം. എന്നാൽ മാത്രമേ ഈ ഇന്ത്യയിൽ ഭീകരവാദത്തിനെ, ഇപ്പൊ പഹൽഗാമിനെ തിരിച്ചടിയായിട്ട് ചൈന പാകിസ്ഥാനിൽ കയറി അടിച്ചില്ലേ, ഇതേപോലെ തന്നെ ഇത്തരം ആളുകളെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. മാവോയിസ്റ്റ് ഭീകരന്മാരെ കൈകാര്യം ചെയ്ത മാതിരി ജമാഅത്തെ ഇസ്ലാമി ഭീകരന്മാരെയും കൈകാര്യം ചെയ്തേ പറ്റൂ, പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാരെയും കൈകാര്യം ചെയ്തേ പറ്റൂ. എന്നാൽ മാത്രമേ ഇന്ത്യ എന്നുള്ളത് ഒരു സമാധാനത്തിന്റെ രാജ്യമായിട്ട് നിലനിൽക്കൂ എന്നുള്ളത് ഞാൻ തുറന്നു പറയേണ്ടി വരികയാണ്. കാരണം അത്രമാത്രം വലിയ അപകടം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്തു നിന്ന് ഇന്ത്യ നേരിടുകയാണ്. ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ക്ഷുദ്ര ശക്തികളാണ് അവർ. ഓക്കെ നസീർ, ഇനിയെങ്കിലും തലച്ചോറ് കൊണ്ട് ചിന്തിക്കുമോ?
എനിക്ക് ഒരു മിനിറ്റ് എങ്കിലും തരാൻ നിങ്ങൾക്ക് പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ഒരു വിഷയത്തിൽ നിങ്ങൾ ഇത് അനീതിയാണ്. അനിൽ നമ്പ്യാർ സാർ എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. പക്ഷേ നമ്പ്യാർ സാർ ചോദിക്കുകയാണ്, ഇത് അനീതിയാണ് നിങ്ങൾ കാണിക്കുന്നത്. നിങ്ങൾ നാട്ടില് വർഗീയ വിഷം കലർത്താൻ പ്രചരിപ്പിക്കാനും നിങ്ങൾ ഇഷ്ടം പോലെ സമയം കൊടുക്കും. എനിക്ക് നിങ്ങൾ 2 മിനിറ്റ് വരെ നിങ്ങൾ എനിക്ക് തരില്ല. അത് ഇത് അനീതിയാണ്. ഒരു മിനിറ്റ് അനുവദിച്ചിട്ടുണ്ട്. നീതിപൂർവ്വം ഞാൻ പെരുമാറുകയാണ്. ഒരു മിനിറ്റ്, പെട്ടെന്ന് സമയമില്ല. നിങ്ങള് ബാബു ചാട്ടനായിരുന്നാലും ശരി, ഈ ജാനകി ടീച്ചറായിരുന്നാലും ശരി, BJPയുടെ സുഹൃത്താനും ശരി, ആരിഫ് ഹുസൈൻ സംസാരിക്കുന്നില്ല. ഒരു വിഷയം ഒരു ഭാഗത്താണ്, മറുഭാഗത്ത് ഞാൻ മാത്രം. നിങ്ങൾ ഇത് കാണുന്നവർക്ക് മനസ്സിലാവും നിങ്ങളുടെ അജണ്ട. നിങ്ങളുടെ അജണ്ട ഇത് ആരെങ്കിലും വരണ്ടേ? നമ്മൾ ആരോടും സംവാദത്തിന് തയ്യാറാണ്. വലിയ വലിയ മൗലവിമാരെ കൊണ്ടുവരൂ, ജമാഅത്തെ ഇസ്ലാമിയുടെ അഖിലേന്ത്യാ നേതാക്കന്മാരെ കൊണ്ടുവരൂ. നസീറെ, ജാമിദ ടീച്ചർ ആരിഫ് ഹുസൈനും അതുപോലെ ആർവി ബാബു ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആരും ഇങ്ങോട്ട് വരൂല്ല. വിളിക്കാത്തതല്ല. കാലക്കൂട്ടമാണ് നിങ്ങളുടെ നാട്ടില് പ്രചരിപ്പിക്കുന്നത്. ഇത് കാണുന്നവർക്ക് മനസ്സിലാവും. കാരണം ഇത് പറയട്ടെ, കട്ട് ചെയ്ത് മാറ്റും. എല്ലാവർക്കും മനസ്സിലായി. അപ്പോ സമയപരിമിതി കൊണ്ട് ഞാൻ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും സ്റ്റുഡിയോയ്ക്ക് ഒരു കാര്യം എനിക്ക് പറയണ്ടേ, ഒരു സെക്കൻഡ് പെട്ടെന്ന് പറയാം. ഒറ്റ കാര്യമുള്ളൂ, എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഫ്രീ പ്ലേ സ്റ്റേഷൻ, ആ ബന്ദികൾ എത്രയും പെട്ടെന്ന് വിട്ടയച്ച് യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നമുക്ക് വേണ്ടത്. എത്രയും പെട്ടെന്ന് അവരെ വിട്ടയക്കുക, യുദ്ധം അവസാനിപ്പിക്കുക. ഫ്രീ പ്ലേ സ്റ്റേഷൻ. ഒരു സെക്കൻഡ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അനിൽ നമ്പ്യാർ, ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ ടാറ്റയുടെ സ്റ്റുഡിയോ ബഹിഷ്കരിക്കുമ്പോ സ്റ്റുഡിയോ എന്നറിഞ്ഞതോടെ കൂടുതൽ ആളുകൾ സ്റ്റുഡിയോ സ്റ്റോറുകളിലേക്ക് ഒഴുകി എത്തുകയാണ്. പരസ്യം ഒന്നും ഇല്ലാഞ്ഞതുകൊണ്ട് പലരും ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. 3 ദിവസം കൂടുമ്പോൾ സ്റ്റുഡിയോ ഇന്ത്യയിൽ ഒരു ഷോറൂം തുറക്കുന്നു എന്നതാണ് കണക്ക്. ജമാഅത്തെ ഇസ്ലാമിക്കാർ കാരണം. നസീർ ഭായ്, ആള് വിളിച്ചിട്ട് വരാത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ആരെയും നമ്പർ ഉണ്ടെങ്കിൽ തരൂ, ഞാൻ വിളിക്കാം. അല്ലെങ്കിൽ എന്റെ ചാനലിലേക്ക് വരൂ, നമുക്കിരുന്ന് സംസാരിക്കാമല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലിലേക്ക് വരൂ. എന്താ നിങ്ങൾക്ക് വരാൻ പറ്റാത്ത? നിങ്ങൾ വരൂ, നിങ്ങളെ നമ്പർ തന്നാൽ മതി, നമുക്ക് ഒരു ഓൺലൈൻ ഡിബേറ്റ് ആയിക്കളയാം. എന്ത് പറയുന്നു? ഓക്കെ, അപ്പൊ നിങ്ങള് നമ്പർ തന്നാൽ മതി, സംസാരിക്കുന്നത്. ഓക്കെ, ആരെങ്കിലും വിളിച്ചിട്ട് വരണ്ടേ? അതെ, വിളിച്ചിട്ടാരും വരണ്ടേ? കിട്ടുന്നില്ല. സുഹരിയൊക്കെ നമ്മുടെ പേര് കേൾക്കുമ്പോൾ ഓടുവാണത്രേ. എന്ത് ചെയ്യാ, ഇവര് ചർച്ചയ്ക്ക് വരുന്നില്ല. ആ, കിട്ടുന്ന സമയം ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കാണെന്ന് പറഞ്ഞു തീർത്തു. 3 പേരുടെ ഒരു വശത്തെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ ആളെ കൊണ്ടുവരൂ. നസീർ സാഹിബ്, ഞങ്ങൾ തയ്യാറാണ് നിങ്ങളുമായിട്ട്. ഈ വിഷയമല്ല, ഏത് വിഷയമായിരുന്നാലും ശരി, ഡിബേറ്റിന് ഞങ്ങൾ തയ്യാറാണ്. താങ്കൾ തയ്യാറാണെങ്കിൽ സമയം പറയൂ, നമ്പരും തരൂ, ഞങ്ങൾ റെഡിയാണ്. ഞാൻ വെച്ച വെല്ലുവിളി മറക്കണ്ട. നിങ്ങൾ ഇസ്രായേൽ കുട്ടികളെ ഒരു ജനോസൈഡ് നടത്തണമെന്ന ഇന്റൻഷനോട് കൂടി കൊന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവ് നിങ്ങൾ കൊണ്ടുവരാം. നിങ്ങൾ പറയുന്ന പണി നമ്മൾ എടുക്കും. അപ്പൊ പറഞ്ഞ മാതിരി ഫ്രീ പ്ലേ സ്റ്റേഷൻ. ഓക്കെ, തൽക്കാലം SIOക്കാരോട് പോയി പറയും. ശരി, അള്ളാഹുവിനെ അപ്പൊ ശരിയാണ്. അപ്പൊ അള്ളാഹു വിചാരിച്ചിട്ടില്ല എന്ന് മനസ്സിലായല്ലോ. അപ്പൊ പിന്നെ ഞങ്ങളല്ലല്ലോ കുറ്റക്കാര്, പടച്ചോനല്ലേ? ഇസ്രായേലിന്റെ കൂടെയാണ്, അതാണ് പടച്ചോനല്ലേ? അല്ല, ഇപ്പൊ ഇല്ല നസീർ സാഹിബേ, അള്ളാഹു നിങ്ങളെ ഹിദായത്തിലാക്കി, ഞങ്ങൾക്ക് ഹിദായത്ത് തന്നില്ല. പടച്ചോനല്ലേ നീതിമാനെന്ന് നിങ്ങൾ പറയുന്നേ. അയ്യോ, ഇന്നലെ എനിക്കൊരു വീഡിയോ കിട്ടി കേട്ടോ. ഒരു സ്ത്രീയെ അല്ല, ഒരു വീഡിയോ കണ്ടിരുന്നു ആരിഫ്, ഞാൻ ഇട്ടുതരാം വീഡിയോ കേട്ടോ. ഒരു സ്ത്രീയോട് ഹിദായത്തിലേക്ക് വരാൻ പറയുമ്പോഴത്തേക്കിനും അവര് പറയുന്നുണ്ട്, പടച്ചോനല്ലേ എന്നെ. കണ്ടു വരാം. ഓക്കെ.